ഹായ് ഹലോ, ഇറ്റ്സ് മീ സജന സഹറാസ്. ഈസി കുക്കിൻ്റെ മാജിക് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. തീർച്ചയായിട്ടും ഈസി കുക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ചെറിയ ഡിഷസ് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷേ അങ്ങനെയല്ല, നമ്മുടെ ഈസി കുക്കിൽ മെയിൻ ഡിഷ് അടക്കം എല്ലാം തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഈസി കുക്കിൻ്റെ പ്രത്യേകത അറിയാലോ, ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള പേറ്റൻറ്റ്, അത് ഡിസൈൻ പേറ്റൻറ്റ് ഉണ്ട്. അത് മാത്രമല്ല BIS സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഈസി കുക്ക് എന്ന് പറയുന്നത്. ഇതൊന്നും കൂടാതെ കരിയില്ല, പുകയില്ല, തീയില്ല, വൃത്തിയാക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്, പോർട്ടബിൾ ആണ്. വളരെ ചെറിയ കുട്ടികൾക്ക് പോലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഈസി കുക്ക് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ പോർട്ടബിൾ ആയതുകൊണ്ട് ഇപ്പോൾ ഹോസ്റ്റലിൽ പോകാനായാലും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാനായാലും ഒരു ട്രിപ്പ് പോകാനായാലും ഒരു സൈഡ് ബാഗിൽ കീപ്പ് ചെയ്യാൻ പറ്റുന്ന വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഈസി കുക്ക്. അപ്പോൾ ഇന്ന് ഈസി കുക്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഒരു മെയിൻ ഡിഷാണ് ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണ്. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന വെജിറ്റബിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, വളരെ കുറഞ്ഞ ചിലവിൽ കുറഞ്ഞ സമയത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ നമ്മുടെ ഈസി കുക്ക് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തീർച്ചയായിട്ടും ബസ്മതി റൈസ് വേണം. അതുപോലെ തന്നെ വെജിറ്റബിൾസ് ആയിട്ട് ക്യാപ്സിക്കം, ക്യാരറ്റ്, ഒണിയൻ, ഗ്രീൻ ചില്ലി, ബീൻസ്, മല്ലിയില, കൂടാതെ കുറച്ച് ഓയിൽ വേണം. അത് കൂടാതെ സോയാ സോസും ബട്ടറുമാണ് നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഡിഷ് ഈസി കുക്കിലാണ്. ഈസി കുക്ക്, എ ഫാസ്റ്റ് വേ ഓഫ് കുക്കിംഗ്. പാചകം ഗ്യാസിനേക്കാൾ വേഗത്തിലും ലാഭത്തിലും. അപ്പോൾ നമ്മുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഈസി കുക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈസി കുക്ക് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഗാർലിക്. ഗാർലിക് ഇടുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ശരിക്കും പറഞ്ഞാൽ വെജിറ്റബിൾ ഫ്രൈഡ് റൈസിനൊക്കെ വരും. മാത്രമല്ല നമ്മുടെ ശരീരത്തിന് നല്ലതുമാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇടുന്നത് കുറച്ച് ചോപ്ഡ് ആയിട്ടുള്ള ഗാർലിക്കാണ്. അതൊന്ന് നമ്മളിടാൻ സമയത്ത് നോക്കണം ഈസി കുക്കിൽ നമ്മുടെ ചൂട് എത്രയുണ്ടെന്നുള്ളത്. ആ ഒരു ടെമ്പറേച്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അത് കുറക്കാനൊക്കെ വളരെ ഈസിയാണ്. കുറച്ചിട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു ഗാർലിക് ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ഇടുക. ഫ്രൈഡ് റൈസ് ആയാലും അല്ലെങ്കിൽ നമ്മൾ ചൈനീസ് ഐറ്റം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വളരെ കുറഞ്ഞ തീയിൽ നമുക്ക് ഇട്ട് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കാരണം വെജിറ്റബിൾസ് ഒന്നും അധികം കുക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ വേവേണ്ട ആവശ്യം ഈ ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ ചൈനീസ് ഐറ്റംസിൽ നമുക്ക് വരുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നേരം മാത്രം, ഇതൊന്നും ബ്രൗൺ കളറൊന്നും ആവണ്ട, കുറച്ച് നേരം ഒന്ന് സോട്ട് ചെയ്താൽ മതി. ഇത് ഈ ഒരു ഗാർലിക് ഒന്ന് സോട്ടായി വരുമ്പോൾ തന്നെ നമ്മളിതിലേക്ക് കുറച്ച് സവാള, ഓണിയൻ ആൻഡ് ചില്ലി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കണം, ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചേക്കണത് ഇടുക. അത് നമ്മളൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. സവാള ഒന്ന് ജസ്റ്റ് ഇങ്ങനെ സോട്ടായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ബീൻസ് ഇട്ട് കൊടുക്കണം. ബീൻസാണ് നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുക്കേണ്ട വെജിറ്റബിൾ. കാരണം ബീൻസ് കുറച്ച് നമുക്ക് വേവ് ആവശ്യം വരും. ആ ബീൻസ് നമ്മൾ ഇട്ട് കൊടുക്കുക. നിങ്ങൾ നോക്കണം കേട്ടോ, കാരണം ഈസി കുക്കിൽ നമ്മൾ 5 മിനിറ്റ്സിനുള്ളിലാണ് നമ്മൾ ഈ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അത് മാത്രമല്ല നമുക്ക് ഇത് വൃത്തിയാക്കാനായിട്ട്, ഇപ്പം നമ്മൾ ഗ്യാസിലൊക്കെയാണ് നമ്മൾ കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലൊക്കെ ഒന്ന് ഓയിലൊക്കെ ആയാൽ നമ്മളത് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് അതിൻ്റെ ആ ഒരു ചൂടൊക്കെ മാറിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിന് അങ്ങനത്തെ ഒരു പ്രോബ്ലമേ ഇല്ല. നമുക്കിവിടെ ആയിട്ടുണ്ടെങ്കിൽ തന്നെ, ഇപ്പോൾ എണ്ണയോ അല്ലെങ്കിൽ ഇതിലും ആയിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ പെട്ടെന്ന് തുണി വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അത്രയും റിസ്ക് ഇല്ല, നമുക്ക് ഷോക്ക് അടിക്കൊന്നുമില്ല, ചൂടിൻ്റെ പ്രശ്നമൊന്നുമില്ലാതെ തന്നെ വളരെ എളുപ്പം ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ ഈസി കുക്ക്. അപ്പോൾ സവാള ഒന്ന് ജസ്റ്റ് സോട്ടായി വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇതൊന്ന് സോട്ടായി വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് കുറച്ച് ബീൻസ് ഇടാം. ബീൻസും ചെറുതായിട്ട് കട്ട് ചെയ്തേക്കുന്ന ബീൻസാണ്. ഈസി കുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാസ്റ്റ് വേ ഓഫ് കുക്കിംഗ് ആണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കായാലും അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ലേഡീസിനായാലും അല്ലെങ്കിൽ ഇപ്പോൾ ആണുങ്ങളൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ കുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഈസി കുക്ക്. ഇപ്പോൾ കുക്ക് ചെയ്യാനായിട്ട് എല്ലാവരും പഠിച്ചേ പറ്റുള്ളൂ. കുട്ടികളായാലും കുക്ക് ചെയ്യാനായിട്ട് പഠിച്ചേ പറ്റുള്ളൂ. കാരണം നമുക്ക് സെർവൻസിനൊന്നും കിട്ടുമെന്നില്ല. എപ്പോഴും നമുക്ക് ഹോട്ടൽ ഫുഡും നമുക്ക് പറ്റില്ല, നമ്മുടെ ഹെൽത്തിനൊക്കെ അത് കേടാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വീട്ടിൽ കുക്ക് ചെയ്ത് പഠിക്കണം. അപ്പോൾ അതിനേറ്റവും നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് നമ്മുടെ ഈസി കുക്ക്. ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റ് കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തേക്കുന്നത് സോട്ട് ചെയ്യാനിടാം.
നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ഇതുപോലെ ഫ്രൈഡ് റൈസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ചിലവായാലും അല്ലെങ്കിൽ അതിലുണ്ടാവുന്ന അജിനോമോട്ടോ അതൊക്കെ നമുക്ക് ഹെൽത്തിന് ഭയങ്കര കേടാണ്. പക്ഷെ അജിനോമോട്ടോ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഈസി കുക്കിൽ വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് പറ്റും. അപ്പോൾ എല്ലാവരും കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്. നമ്മുടെ വീട്ടിലുള്ള വെജിറ്റബിൾസ് തന്നെയാണ്, വേറെ വലിയ വലിയ വെജിറ്റബിൾസ് ഒന്നും പറയുന്നില്ല. വീട്ടിലുള്ള സാധാരണ ഉണ്ടാകുന്നതാണ് ബീൻസും ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ. അപ്പോൾ അതൊക്കെ വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് നമ്മൾ വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കും കഴിക്കാൻ പറ്റും. മുതിർന്നവർക്കായാലും വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒന്നാണ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്. ഇനി അടുത്തായിട്ട് നമ്മൾ ഇടാൻ പോകുന്ന വെജിറ്റബിൾ എന്ന് പറയുന്നത് ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം അധികം വേവൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മളത് കടിച്ചാൽ തന്നെ നമുക്ക് നല്ലൊരു ടേസ്റ്റ് ആണ്. അപ്പോൾ ബീൻസ് കാറ്റബിളൊന്നും വേവേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ക്യാപ്സിക്കം കുറച്ച് ഇടുന്നുണ്ട്. ഇനി ക്യാപ്സിക്കം ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ബീൻസും ക്യാരറ്റും ഒക്കെ ഇട്ടിട്ട് തന്നെ നമുക്ക് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് കൂട്ടണമെന്നുണ്ടെങ്കിലും കുറക്കണമെന്നുണ്ടെങ്കിലും വെരി ഈസിയാണ് നമ്മുടെ ഈസി കുക്കിൽ. അപ്പം ഈ വെജിറ്റബിൾസൊക്കെ സോർട്ടായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിലാണ് നമ്മളിതൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. അതിന് നമുക്ക് ഈസി കുക്ക് ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം അത് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ഡിഷിൽ നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഓപ്ഷനിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് ടെമ്പറേച്ചർ കൂട്ടിയും കുറച്ചിട്ടോ ഒക്കെ നമുക്ക് ഈ ഡിഷ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. വെജിറ്റബിൾസ് സോട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ ഓൾറെഡി റൈസിൽ ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഉപ്പിടുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് ഉപ്പിടുക, കൂടി പോകരുത്. അപ്പോൾ കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് സോട്ട് ചെയ്യാം. വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് സോട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇട്ടേക്കുന്ന വെജിറ്റബിൾസ് ഓണിയൻ ഇട്ടിട്ടുണ്ട്, ക്യാപ്സിക്കം, ബീൻസ്, ക്യാരറ്റ്, ചില്ലി, ഗാർലിക് ഒക്കെ നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി സോട്ടായി കഴിഞ്ഞ ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് സോയാ സോസ് ഒഴിച്ചു കൊടുക്കണം. വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് സോട്ടായി നമ്മൾ സോയാ സോസൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ട് കഴിഞ്ഞു.